തിരിച്ചു കിട്ടാതെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവമാണെന്നാണ് അർത്ഥം. ഇന്ന് യേശു ഒരു ഉപദേശം നൽകുകയാണ്. ഉപദേശം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സജഷൻ പറയുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം കുറച്ച് ദിവസമായിട്ട് യേശുവിനെ ഒത്തിരി പേര് ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പരിസയരുടെ വീട്ടിലൊക്കെ യേശു ഭക്ഷണത്തിന് പോകുന്നുണ്ട്, ശിഷ്യന്മാരുടെ അടുത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. യേശു നോക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്നവരൊക്കെ സമൂഹത്തിൽ കുറച്ച് ഉന്നത നിലയിൽ നിൽക്കുന്നവരെ പോലെ ഉള്ള ആളുകളാണ്. യേശുവിന് അതത്ര പിടിച്ചില്ല. യേശുവിൻ്റെ ടേബിളിൽ സൈഡിലൊക്കെ ഇരിക്കുന്നവരൊക്കെ സമൂഹത്തിൽ കുറച്ചും കൂടി എന്തോ ആണ് എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ളവരൊന്ന് വിളിക്കുന്നതിനാണ്? നിങ്ങളിങ്ങനെ നിങ്ങളുടെ പൊസിഷൻ നോക്കി, നിങ്ങളെക്കാളും വലിയ ആളുകളെ നോക്കി നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അവിടെ നിങ്ങൾ കുറേ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അവർ തിരിച്ച് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരുടെ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരുടെ ബഹുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പ്രതീക്ഷകളൊക്കെ വയ്ക്കുന്നത്? പ്രതീക്ഷകളില്ലാതെ നിങ്ങളൊരു ഭക്ഷണമേശ ഒരുക്ക്. അവിടെ നിങ്ങൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെയൊക്കെ വിളിക്കുക. ഇവരെയൊക്കെ വിളിക്കാൻ പറയുമ്പോൾ അത് വെറുമൊരു അസുഖത്തിൻ്റെയോ ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ അല്ല വിളിക്കാൻ പറഞ്ഞത്. സമൂഹം മാറ്റി നിർത്തിയവരെ വിളിക്കാനാണ് യേശു പറഞ്ഞത്. ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും അവർക്കൊന്നും ദഹിക്കില്ല. പക്ഷെ അതായിരുന്നു യേശുവിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ആർക്കും വേണ്ടാത്തവർ, ആരും വേണ്ടാത്തവരൊക്കെ യേശുവിനെ ചേർത്ത് പിടിച്ചു. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ യേശു ആഗ്രഹിച്ചു. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരു ഭക്ഷണമേശ ഇട്ടാൽ നമ്മളുടെ കൂടെ ആരായിരിക്കുന്നത്? നമ്മളുടെ ഭക്ഷണമേശയിൽ ആർക്കാണ് ഇടമുള്ളത്? ഒന്നുകിൽ നമ്മളുടെ ജീവിത രീതിക്കും നമ്മുടെ തരത്തിനൊത്തവർ, അതല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചും ഉയർന്നവർ. നമ്മളെക്കാളും താഴ്ന്നവരെന്ന് പറയുന്നവരോട് നമ്മളൊരു ടേബിൾ ഫെലോഷിപ്പ് നടത്താറുണ്ടോ? സ്നേഹമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതൊരിടങ്ങളിലും നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യം യേശുവിനെ പഠിപ്പിക്കുന്നത്, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ഒരു വീടിനകത്ത് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരമ്മ അടുക്കളയ്ക്കകത്ത് മക്കൾക്ക് വേണ്ടി വല്ലാണ്ട് നീറുന്നുണ്ടെങ്കിൽ അമ്മ ഓർക്കണം, മക്കളിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. ഒരപ്പൻ രാത്രിയും പകലൊന്നുമില്ലാതെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്വാനത്തിനൊക്കെ തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നും പ്രതീക്ഷിക്കരുത്. മക്കളും മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു വീടിനകത്ത് പോലും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ആ പ്രതീക്ഷകളില്ലാത്ത പ്രവൃത്തികളാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. ഈ ഭൂമിയിൽ 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ മോശപ്പെട്ട മനുഷ്യരും അതിർവരമ്പുകൾ നിൽക്കുന്ന മനുഷ്യരും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുമാണ് അവൻ തൻ്റെ തോളോട് തോൾ ചേരാൻ അനുവദിച്ചത്. അവർക്ക് വേണ്ടി അവസാനത്തെ ഭക്ഷണമേശ ഒരുക്കിയത് എന്തിനായിരുന്നു ചോദിച്ചാൽ, തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹത്തിൻ്റെ കഥ അവിടെ പറയാനുണ്ടായിരുന്നു. തിരിച്ചു കിട്ടാത്ത ഒരു അത്താഴമേശ നമുക്കുണ്ടെങ്കിൽ, തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹബന്ധം നമുക്കുണ്ടെങ്കിൽ, നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ അരികിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.